ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ദീപാവലി സ്പെഷ്യൽ റെസിപ്പീസിൽ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, വളരെ എളുപ്പമാണ്. അരിപ്പൊടിയും തേങ്ങാപ്പാലും ഒക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇനി വീഡിയോയിലോട്ട് കിടക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എണ്ണ ചൂടാക്കാൻ വയ്ക്കാം, കാരണം ഇത് കുറച്ച് ടൈം എടുക്കുമല്ലോ ചൂടാവാൻ വേണ്ടിയിട്ട്. അപ്പം എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ അരിപ്പൊടി എടുക്കുക. ഇത് അരിപ്പൊടി നല്ല വറുത്ത അരിപ്പൊടിയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അതുപോലെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ചേർക്കുക. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് വെണ്ണയാണ്. പിന്നെ കുറച്ച് ജീരകം, അതുപോലെ തന്നെ എള്ളും കുറച്ച്. വെണ്ണയ്ക്ക് വരെ ഇപ്പം നെയ്യ് വേണേലും ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾക്ക് ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കുഴയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇത് നല്ല ഒരു നമ്മൾ പത്തിരിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എണ്ണയുണ്ടല്ലോ, ചൂടാക്കാൻ വെച്ച എണ്ണയിൽ നിന്ന് ഒരു കുറച്ച് എണ്ണ എടുത്തിട്ട് ഇതിലോട്ട് ഒഴിക്കുക. അതിനുശേഷം നമ്മൾ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഞാനൊരു സിൽവർ ഫോയിൽ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇങ്ങനെ ഉരുളകളാക്കി വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, ഏതെങ്കിലും ഒരു പരന്ന പാത്രമോ എന്തെങ്കിലും വെച്ചിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് ഈ ഷേപ്പിൽ കിട്ടും. ഇല്ലാതെ കയ്യിൽ വെച്ചും ചെയ്യാം, കയ്യിൽ ഇങ്ങനെ തട്ടിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് ഞാനെല്ലാം ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് എണ്ണ ചൂടായി നമ്മുടെ. ഇനിയിപ്പം ഇത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വലിയ പാത്രമാണെങ്കിൽ ഒരുമിച്ചിട്ടും ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെക്കണം തീ, എന്നാലേ എല്ലാം ഉള്ളിലൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ വെന്തിട്ട്. നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് എടുക്കാം. പിന്നെ ഇത് നമ്മൾ എടുത്ത് മാറ്റിയിട്ട് ടിഷ്യൂ പേപ്പറിൽ വെക്കണം, കാരണം ഇതിനകത്ത് നല്ല എണ്ണയുണ്ടാവും. അപ്പം ടിഷ്യൂ പേപ്പറിൽ വെച്ചതിന് ശേഷം എല്ലാം വെച്ച് പിന്നെ എണ്ണയെല്ലാം പോയതിന് ശേഷം നമ്മൾക്ക് കഴിക്കാം. അപ്പോൾ ഇത് ഈ ഒരു കളറാകുമ്പോൾ നമ്മൾക്കിനി ഇത് എടുക്കാം. അപ്പം ഇനി ഇതുപോലെ തന്നെ നമ്മൾക്ക് ബാക്കിയുള്ള എല്ലാം ഇതുപോലെ വറുത്തെടുക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. ടൈം അധികം ഒന്നും വേണ്ട നമുക്കിതിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. ഈ ദീപാവലിക്ക് സ്നാക്സ് ഉണ്ടാക്കുമ്പം ഈ ഒരു സ്നാക്കും കൂടെ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.